മൂന്നാം പിണറായി സർക്കാർ എന്ന വാദം ജനങ്ങൾ പൂർണ്ണമായും നിരാകരിച്ചു. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു. തിളക്കമാർന്ന വിജയമാണ് നിലമ്പൂർ ജനത UDF-ന് സമ്മാനിച്ചതെന്നും MK പ്രേമചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിച്ച മുഴുവൻ വോട്ടർമാരോടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രകടിപ്പിക്കുകയാണ്. തിളക്കമാർന്ന വിജയമാണ് UDF-ന് നിലമ്പൂർ ജനത സമ്മാനിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമായും വിലയിരുത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉറപ്പാകുന്നു. ഒന്ന്, ശ്രീ M. സ്വരാജ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരഘട്ടത്തിൽ തുടക്കം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഒരു വോട്ട് എന്നുള്ളതായിരുന്നു LDF-ന്റെയും സ്ഥാനാർത്ഥിയുടെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 4ാമത് വാർഷികം ആഘോഷിച്ചപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മൂന്നാം പിണറായി സർക്കാർ. മൂന്നാം പിണറായി സർക്കാർ, ആ തുടർ ഭരണത്തിലേക്ക് ഒരു വോട്ട് എന്നുള്ളതായിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥി അടക്കം പ്രചരിപ്പിച്ചതെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യം പൂർണ്ണമായും ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു, നിഷ്കരുണം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി അതിനെ തന്നെ, ആ മുദ്രാവാക്യത്തെ തന്നെ അപ്രസക്തമാക്കിയിരിക്കുന്നു. കാരണം ഞങ്ങളല്ല പറഞ്ഞത്, LDF ക്യാമ്പുകളായിരുന്നു പറഞ്ഞത്. മൂന്നാം പിണറായി സർക്കാരിന്റെ തുടർ ഭരണത്തിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് മത്സരിച്ച സ്ഥാനാർത്ഥിയും LDF കേന്ദ്രങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന ക്യാമ്പയിനെ പൂർണ്ണമായും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. രണ്ട്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ മൊത്തം വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഭരണവിരുദ്ധ വികാരം ഇത്രയേറെ നിഴലിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമീപത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ UDF-ന് മാത്രം ലഭിച്ച വോട്ട് കൊണ്ടല്ല. UDF-ഉം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ UDF-നെ പോലെ തന്നെ പിണറായി സത്തിനെതിരായി അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ക്യാമ്പയിൻ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ശ്രീ PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അങ്ങനെ രണ്ടും കൂടി പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം പ്രത്യക്ഷമായി നിഴലിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിലും ഏറെക്കുറെ പ്രചരണത്തിന്റെ മധ്യഘട്ടത്തിലുമൊക്കെ പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ CPM-ന്റെ നേതൃത്വത്തിൽ തന്നെ മാധ്യമങ്ങളുടെ പിൻബലത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്നു. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തുകൊണ്ടുള്ള കുറെ അധികം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ പ്രതികൂലമായ നിരവധി ഘടകങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് സത്യത്തിൽ UDF തിളക്കമാർന്ന ഈ വിജയം കൈവരിച്ചത്. ഈ വിജയത്തിന് ആധാരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണ്, നിലയ്ക്കാത്ത ജനങ്ങളുടെ പ്രതിഷേധമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം അത് പ്രകടിപ്പിക്കുന്നു. അത് തൃക്കാക്കരയിലായാലും പാലക്കാടായാലും അതുപോലെ ഉപതെരഞ്ഞെടുപ്പ് ഈവൻ അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ചേലക്കര നിയോജക മണ്ഡലത്തിൽ അടക്കം ആ ഭരണവിരുദ്ധ വികാരം നല്ലതുപോലെ പ്രതിഫലിച്ചു. ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനത്തിന്റെ തുടർച്ച തന്നെയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. അതുകൊണ്ട് അഭിമാനകരമായിട്ടുള്ള വിജയമാണ്. UDF-ന്റെയും PV അൻവറിനും കിട്ടിയ വോട്ടുകൾ ടാലി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും, അതിശക്തമായ ഗവൺമെന്റ് വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, CPM നേതാക്കളടക്കം അവർ തന്നെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ, ഞങ്ങളെല്ലാം ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നതാണ്, ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒക്കെ പറഞ്ഞു, ഗവൺമെന്റിന്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ UDF-ന്റെ സ്വാധീന മേഖലയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ജയാപജയങ്ങൾ ഭാവി രാഷ്ട്രീയത്തെ ബാധിക്കില്ല എന്ന് മുൻകൂർ ജാമ്യമെടുത്ത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതിഫലനം തന്നെയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് വേണം വിലയിരുത്താൻ. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്നു. രണ്ട്, അതോടൊപ്പം തന്നെ മൂന്നാം പിണറായി സർക്കാർ എന്ന CPM-ന്റെ മുദ്രാവാക്യം പൂർണ്ണമായും അപ്രസക്തമായി തീർന്നിരിക്കുന്നു. അത്തരത്തിലുള്ള തിളക്കമാർന്നൊരു വിജയം തന്നെയാണ്
UDFന് ഈ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിഞ്ഞത്. അല്ല, അൻവറിന് തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് വില കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. അൻവറിന് സാന്നിധ്യം തെളിയിക്കാൻ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇലക്ഷനിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വസ്തുത ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ UDFന് കഴിഞ്ഞു.